പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. നമ്മൾ ഓഹരി വഴി ധനം സമ്പാദിക്കുന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായാലും നമുക്ക് പണം കിട്ടണം, അതാണ് ലക്ഷ്യം. ഓഹരിയിൽ നിന്നാണ് നമുക്ക് ചെയ്യാവുന്നത്. നമുക്ക് അതിനുവേണ്ടി നമ്മൾ സ്വീകരിക്കുന്നത് ബോണസ്, സ്പ്ലിറ്റ്, ഡിവിഡൻഡ് അങ്ങനെയുള്ള മേഖലകളാണ്. പിന്നെ ബ്ലൂ ചിപ്പ് ഓഹരി വാങ്ങുക, ടാർഗറ്റ് ഇട്ട് വാങ്ങി വയ്ക്കുക, ഇങ്ങനെയുള്ള പല മേഖലകളാണ്. നമുക്കിപ്പോൾ ആദ്യം ഡിവിഡൻഡ് ലഭിക്കുന്ന കമ്പനികളെക്കുറിച്ച് നോക്കാം. നെൽക്കോ 138 രൂപയാണ്. 4 രൂപ ഡിവിഡൻ്റ് ഉണ്ട്. 29 നവംബർ റെക്കോർഡ് ഡേറ്റ്. നമ്മളതിന് മുമ്പ് ഇത് കമ്പനി ഷെയർ വാങ്ങി ഇടുകയാണെങ്കിൽ 4 രൂപ കിട്ടുന്നതാണ്. നെക്സസ് 142 രൂപ വിലയാണ്. 2 രൂപ ഡിവിഡൻ്റ് ഉണ്ട്. 21 നവംബർ റെക്കോർഡ് ഡേറ്റ് വരുന്നത്. സീഡ്സ് 234 രൂപ, 5 രൂപ ഡിവിഡൻ്റ് ഉണ്ട്. 26 നവംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത്. പ്രിംകോ ഗ്ലോബൽ 571 രൂപ വിലയാണ്. 19 രൂപ ഡിവിഡൻ്റ്. 22 നവംബറാണ് റെക്കോർഡ് ഡേറ്റ്. നെക്സസ് സെലക്ട് 142 രൂപ, ഡിവിഡൻ്റ് 2 രൂപ. 21 നവംബറാണ് റെക്കോർഡ് ഡേറ്റ്. ഹാപ്പിയറ്റ് മൈൻഡ്സെറ്റ് 735 രൂപ, 2 രൂപ 50 പൈസ. 26 നവംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത്. VR ലോജിസ്റ്റിക് 515 രൂപയാണ്. ഡിവിഡൻ്റ് 5 രൂപയുണ്ട്. 29 നവംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത്. അശോക് ഡെയ്ലാൻഡ് 217 രൂപ, 2 രൂപ ഡിവിഡൻ്റ് ഉണ്ട്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ബോണസ് ലഭിക്കുന്നത് ശക്തി പമ്പ് 4892 രൂപ, ബോണസ് 5:1. 25 നമ്പർ. വിപ്രോ 566 രൂപയാണ് ഇപ്പോഴത്തെ വില. ബോണസ് 1:1 ആണ്. 15 ഡിസംബറാണ്. നമ്മൾ ടാർഗറ്റ് ഇട്ട് വിൽക്കുന്ന കാര്യത്തിലും പറഞ്ഞിരുന്നു. ഇപ്പം വിൽക്കുകയാണെങ്കിൽ ടാർഗറ്റ് ഇട്ടില്ല. 536 520 എടുത്ത് വേണമെങ്കിൽ വിൽക്കാം. പക്ഷേ അന്നേരം ഈ 15 മുമ്പ് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ബോണസ് കിട്ടില്ല. രാഘവ് പ്രൊഡക്ടിവിറ്റി സർവീസ് 1631 രൂപയാണ്. ബോണസ് 1:1 ആണ്. 29 നവംബർ. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് 30 രൂപ വിലയാണ്. 1:1 ആണ് ബോണസ്. 29 നവംബറാണ്. ഹാർഡ്വെയറിൻ്റെ 36, ബോണസ് 2:1. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. നമ്മൾ അങ്ങനെയുള്ള കമ്പനികളെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ സ്പ്ലിറ്റ് ഓഹരി വിഭജനം പ്രഖ്യാപിച്ചിട്ടുള്ള കമ്പനികൾ വരുന്നുണ്ട്. ഡയമണ്ട് പവർ 1550 രൂപ, സ്പ്ലിറ്റ് 1:10. ഒരെണ്ണം ഉണ്ട്, 10 കിട്ടും. അത് ഓഹരി വിഭജനമാണ്. 3 ഡിസംബറാണ്. ഭാരത് ഗ്ലോബൽ 1270 രൂപ, സ്പ്ലിറ്റ് 1:10. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. റെജി ഇൻഡസ്ട്രി 157 രൂപ വരെയാണ്. 1:10 ആണ്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. മൊബൈൽ ഇൻഡസ്ട്രി 93 രൂപയാണ്. 1:10 ആണ്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ടാർഗറ്റ് ഇട്ട് വയ്ക്കാവുന്നത് ITC 465 വാങ്ങി 560 ടാർഗറ്റ് ആകുമ്പം വിൽക്കാം. IDFC ഫസ്റ്റ് ബാങ്ക് 63 884 രൂപയാകുമ്പം വിൽക്കാം. IPC ലാബ് 1600 എടുക്കുക. 1790 രൂപ ടാർഗറ്റ് ഇത് വിൽക്കുക. BDL 990 എടുക്കുക. 1444 ടാർഗറ്റ് ഇട്ട് വിൽക്കുക. ആവലോൺ 852 എടുക്കുക. 914 ടാർഗറ്റ് ആകുമ്പം വിറ്റുമാറുക. HSCL 504 എടുക്കുക. 555 ടാർഗറ്റ് എത്തുമ്പം വിറ്റുമാറാം. ബ്ലൂ ചിപ്പ് ഓഹരികളിൽ ബജാജ് ഫൈനാൻസ് 1596 രൂപ, HDFC ബാങ്ക് 1742 രൂപ, സൺഫാർമ 1777 രൂപ, ആക്സിസ് ബാങ്ക് 1131 രൂപ. ഇത് ഇന്നലത്തെ കഴിഞ്ഞ ദിവസം ട്രേഡ് ചെയ്തപ്പോഴത്തെ വിലയാണ്. ഇത് നമുക്ക് എടുക്കാം. ലാഭം കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് ടാർഗറ്റ് എത്തുമ്പോൾ നമുക്ക് വിൽക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് മഹാരാഷ്ട്ര ഒക്കെ ഇലക്ഷൻ ആയതുകൊണ്ട് മാർക്കറ്റ് ഇല്ലായിരുന്നു. അത് നമ്മുടെ NSE BSEയുടെ ഒക്കെ ആസ്ഥാനം ബോംബെ ആണല്ലോ. അതുകൊണ്ട് മഹാരാഷ്ട്ര ഇലക്ഷന് ഒരു പബ്ലിക് ഹോളിഡേ ആയിരുന്നു. അന്ന് മാർക്കറ്റ് നടന്നില്ല. എന്നാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഉണ്ടായിരുന്നു. വലിയ ഇടിയൊന്നും വന്നില്ല. 100 പോയിൻ്റ് വർധനമാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ചുവട് പിടിച്ച് വർധന ചിലപ്പോൾ ഉണ്ടായേക്കാം. വലിയ ഇടി പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും നമ്മുടെ ഉക്രൈൻ യുദ്ധം അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. കനത്ത മഴയുണ്ട്. പിന്നെ അനുകൂലം ആകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ഷൻ നടന്നില്ല. എക്സിറ്റ് പോൾ പ്രകാരം BJPക്ക് അധികാരം കിട്ടും എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം വലിയ ഇടിവ് പ്രതീക്ഷിക്കുന്നില്ല. അപ്രതീക്ഷിത സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ഉണ്ടാവുകയും ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.